Hello all, welcome to Favor Learning app. So let's start the session. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റേണൽ ചെക്ക് ദെൻ ഓഡിറ്റേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഇന്റേണൽ ചെക്ക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് വിത്തിൻ ദ ഓർഗനൈസേഷനിലൊക്കെ കറക്റ്റായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ വർക്ക് കൊടുത്ത ഓർഗനൈസിങ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അലോട്ട് ചെയ്ത് ആ കറക്റ്റ് ആ ഷെഡ്യൂൾ പ്രകാരം ആ വർക്ക് കറക്റ്റായിട്ട് ആ എംപ്ലോയി കറക്റ്റായി പെർഫോം ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യണത്. ആരെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും. എപ്പോഴാന്ന് വെച്ചാൽ ആ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഓക്കെ, സോ സിമ്പിളായി പറയുകയാണെങ്കിൽ ആക്ച്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടീസ്, അതായത് വർക്ക് ഉണ്ടാവുമല്ലോ, വർക്ക് അലോട്ട്മെന്റ്, ആ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാഫിൽ. സോ ഇതിലൂടെ എറേഴ്സും ഫ്രോഡും എല്ലാ കാര്യങ്ങളും പ്രിവെന്റ് ചെയ്തിരിക്കണം, അതേപോലെ തന്നെ ഡിറ്റക്ട് ചെയ്തിരിക്കണം. സോ അവിടെ ഇൻഡിപെൻഡന്റ് ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സോ ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഇന്റേണൽ കൺട്രോളിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. സോ മെയിനായി ഫോക്കസ് ചെയ്യുക ഡേ ടു ഡേ ചെക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിലാണ് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വർക്ക് കറക്റ്റായി ഷെഡ്യൂൾ ചെയ്ത വർക്കുകൾ വന്നിട്ട് കറക്റ്റായി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓട്ടോമാറ്റിക്കലി അത് ചെക്ക് ചെയ്യും. ആ നോർമൽ ആക്ടിവിറ്റീസ് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ, ആ ഓൺഗോയിങ് ടൈമിൽ തന്നെ ചെക്ക് ചെയ്യും. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത വർക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക, ഡ്യൂട്ടീസ് സ്റ്റാഫിൻ്റെ ഇടയിൽ എററും ഫ്രോഡും ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് ആ വർക്ക് ഫുൾഫിൽ ചെയ്യുക. ഓക്കെ, സോ ഇന്റേണൽ കൺട്രോളിൽ ഒരു പാർട്ടായിട്ടുള്ളവർ മെയിനായിട്ട് ഡേ ടു ഡേ ആയിട്ട് എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് എപ്പോഴും ചെക്കൗട്ട് ചെയ്യുക. ദെൻ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ്. അതായത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞാൽ അവിടെ എന്താണ് എററും ഫ്രോഡും വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ റെഡ്യൂസ് ദ ചാൻസ് ഓഫ് മാനിപ്പുലേഷൻ, അപ്പം ചേഞ്ചസ് വരുത്തുന്നത് ആ ചാൻസ് കുറയ്ക്കുക. കാരണം ആ ഡ്യൂട്ടീസ് എന്താണ്, വർക്ക് എന്താണ്, അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് മിസ്റ്റേക്സ് ആണ്. അതായത് എറേഴ്സ് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് എവിടെ എറേഴ്സ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതുപോലെ നെക്സ്റ്റ് ആണ് എൻഷുറിങ് അക്യുറസി ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് റിലയബിൾ ആയിട്ടും കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ. ദെൻ സേഫ് ഗാർഡിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ക്യാഷ്, സ്റ്റോക്ക്, അതർ അസറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക അവിടെ. അതായത് ഒരു ഇഷ്യൂസും കാര്യങ്ങളും മിസ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇംപ്രൂവിങ് എഫിഷ്യൻസി ആണ്. ക്ലിയർ ഡ്യൂട്ടീസ് ആണ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താ കൂടുകയെന്ന് വെച്ചാൽ സ്പീഡും പ്രൊഡക്ടിവിറ്റിയും ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആകും. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ ചെക്ക്. അപ്പോൾ ഇന്റേണൽ ചെക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ആണ്, പ്രിവെൻഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡ്, എററും ഫ്രോഡും പ്രിവെന്റ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അക്യുറസി ഓഫ് അക്കൗണ്ട്സ്, കറക്റ്റ് അക്കൗണ്ട്സ് എല്ലാം അക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നത്, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക സ്റ്റാഫ്സിന്, അസറ്റ് പ്രൊട്ടക്ട് ചെയ്യുക, എഫിഷ്യൻസി എപ്പോഴും എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്റേണൽ ചെക്ക്. ദെൻ നെക്സ്റ്റ് ആണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റേണൽ ചെക്ക് ആണ്. അതായത് ഫസ്റ്റ് ആണ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് വർക്ക് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ചില ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഓതറൈസേഷൻ, ആർക്കാണ് റൈറ്റ് ഉള്ളത് അവർക്ക്, ദെൻ റെക്കോർഡ് ചെയ്യുക, ദെൻ കസ്റ്റഡി. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. ദെൻ റൊട്ടേഷൻ ഓഫ് ഡ്യൂട്ടീസ് പറഞ്ഞാൽ എംപ്ലോയീസിനെ വന്നിട്ട് പീരിയോഡിക്കലായിട്ട് തന്നെ ഡിഫറെൻറ്റ് റോൾസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സൂപ്പർവിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ വർക്ക് പ്രോപ്പർലി ആരാണ് മോണിറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ഹയർ അതോറിറ്റീസ് ആണ് വർക്ക് മോണിറ്റർ ചെയ്യുന്നത്, സൂപ്പർവൈസർ എന്നല്ല. ദെൻ യൂസ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് യൂസ് സിസ്റ്റംസ് യൂസ് ചെയ്യുക, അതായത് ബില്ലിംഗ് മെഷീൻസ്, സോഫ്റ്റ്വെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ദെൻ ക്ലിയർ അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസും അതോറിറ്റി ക്ലിയർ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കണം. ദെൻ ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജും കറക്റ്റായിട്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ചെയ്തിരിക്കണം, വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റേണൽ ചെക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിവിഷൻ ഓഫ് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ, ദെൻ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ദെൻ റൊട്ടേഷൻ ഓഫ് ഡ്യൂട്ടീസ്, സൂപ്പർവിഷൻ ഓഫ് കൺട്രോൾസ്, യൂസ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസസ്, ക്ലിയർ അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ചെക്കിംഗ്. ദെൻ നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജ് ഓഫ് ഇന്റേണൽ ചെക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആണ്. അതായത് ഇന്റേണൽ ചെക്കിലൂടെ കറക്റ്റായി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവില്ല, അതിൻ്റെ പോസിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ വന്നിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ട്രാൻസാക്ഷൻ. അതേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഡ്യൂട്ടീസ്. അപ്പോൾ അവിടെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അവിടെ ചേഞ്ചസ് വരുത്തുന്നുള്ളത് ഡിഫിക്കൽട്ട് ആകും. ദെൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആണ്. അത് വർക്ക് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എംപ്ലോയീസ്. അപ്പോൾ എറേഴ്സ് വന്നിട്ട് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ക്വിക്കായിട്ട് കറക്ഷൻ ചെയ്യാൻ സാധിക്കും. ദെൻ അക്യുറസി ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ റെഗുലർ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും ചെക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ അക്കൗണ്ട് റെക്കോർഡ്സ് കറക്റ്റ് റിലയബിൾ ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും എന്തായാലും ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. ഓക്കെ, അതായത് ജെനുവൻ ആയിരിക്കണം. ദെൻ ബെറ്റർ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വർക്കിന് സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലൈസേഷൻ ചെയ്യുക. സോ എംപ്ലോയീസ് അവരുടെ വർക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ക്വിക്കായിട്ട് പെർഫോം ചെയ്യുക. ഇതിന് സേവിങ് ടൈം ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറേഴ്സ് വന്നിട്ട് ഏർലി ആയിട്ട് തന്നെ പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. സോ അവിടെ എന്താണ് ഡീപ്പായി ചെക്ക് ചെയ്യുന്നത് എന്നിട്ട് അവിടെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെ ടൈമും കോസ്റ്റും സേവ് ചെയ്യാൻ സാധിക്കും. ദെൻ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് പറഞ്ഞാൽ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സ്കില്ലിന് റെസ്പോൺസിബിലിറ്റീസ് ബേസ്ഡ് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, അവിടുത്തെ ലേബേഴ്സിനെ യൂസ് ചെയ്യുക. ദെൻ സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ലൈക്ക് അസറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്യാഷ്, സ്റ്റോക്ക്, എക്യുപ്മെന്റ് കറക്റ്റായിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രോപ്പറായി ചെക്ക് നടത്തുക. അവിടെ തെഫ്റ്റ് മിസ്യൂസ് അങ്ങനെയുള്ള ചാൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദെൻ ഫെസിലിറ്റേറ്റ് ഓഡിറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റേഴ്സ് എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവേണ്ടത്. അവിടെ വർക്ക് ലോഡ് അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓഡിറ്റിന്റെ എഫിഷ്യൻസി എപ്പോഴും ഇൻക്രീസ് ചെയ്യുക. ദെൻ ഇൻക്രീസ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയും ഓരോ ടാസ്കിന് റെസ്പോൺസിബിൾ ആണ്. സോ ഓരോ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അതേപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക ഓവറോൾ ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ ഇന്റേണൽ ആയിട്ട് കൺട്രോൾ ചെയ്ത് ഇന്റേണൽ ചെക്ക് നടത്തി തരാൻ തീർച്ചയായിട്ടും അവിടെ എന്താണ് എൻ്റയർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പറയുന്നത് എന്താണ് ഇമ്പ്രൂവ് ആണ് ചെയ്യുക. സോ അതാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്ട്രെങ്തൻ ദ എൻ്റയർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ഇന്റേണൽ ചെക്ക്, പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, early detection of errors, then accuracy of accounts, better efficiency of employees, saving time and cost, proper utilization of resources, safeguarding of assets, facilitate audit work, increases accountability, improve our internal control. Then എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ചെക്ക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇന്റേണൽ ചെക്ക് എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ കൊള്യൂഷൻ എൻ്റെ പോസിബിലിറ്റി എന്ന് വെച്ചാൽ അതിന് 2 or more എംപ്ലോയീസ് വന്നിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവിടെ ഫ്രോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് മേ ബി ഫെയിൽ ആയി പോകും. ദെൻ കോസ്റ്റ്ലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി ഒരുപാട് സ്റ്റാഫ്സിനെയും പ്രോപ്പർ സൂപ്പർവിഷനോട് ആവശ്യമാണ്. ബിക്കോസ് സ്മോൾ ബിസിനസ്സിന് ചിലപ്പോൾ എക്സ്പെൻസീവ് ആകും. ഓക്കെ, നെക്സ്റ്റ് ആണ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ ആണത്. ചില ഫേംസ് വന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല വർക്ക് എംപ്ലോയീസിൻ്റെ ഇടയിൽ, അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദെൻ ഹ്യൂമൻ നെഗ്ലിജൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കെയർലെസ്സോ അതുപോലെ അറ്റൻഷൻസ് കറക്റ്റായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ സിസ്റ്റം കറക്റ്റായിട്ട് ഹ്യൂമൻ എഫിഷ്യൻസി കൂടെ ആയിരിക്കണം, കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിരിക്കണം. ദെൻ മെക്കാനിക്കൽ റൊട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് വന്നിട്ട് ഫോളോ ചെയ്യുക റൊട്ടീനായിട്ട് തന്നെ, എന്താണ് റൊട്ടീനായിട്ടുള്ള വർക്ക് ബ്ലൈൻഡായി ഫോളോ ചെയ്യുക, പ്രോപ്പർ തിങ്ങിങ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവ് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്, പുതിയതായിട്ട് ക്രിയേറ്റീവ് ചെയ്യേണ്ടത് അതിനുള്ള ചാൻസ് ഒക്കെ കുറയും. ദെൻ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സിസ്റ്റം പറഞ്ഞാൽ മാനേജ്മെന്റ് വന്നിട്ട് ടൂ മച്ച് ഇന്റേണൽ ചെക്കിന് വന്നിട്ട് കൊടുക്കുകയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യുക, അതർ കൺട്രോളും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ ലൂപ്പ് ഹോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മേ ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡിലേ ഇൻ വർക്കാണ്. സോ അപ്പോൾ അവിടെ ഒരുപാട് ചെക്കുകൾ നടത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ളായിട്ട് എന്താ പ്രോസസ് സ്ലോ ഡൗൺ ആകും, എസ്പെഷ്യലി അർജന്റ് സിറ്റുവേഷൻസിലൊക്കെ. ദെൻ റിക്വയർ പ്രോപ്പർ സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എഫക്റ്റീവ് സൂപ്പർവിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ചെക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ possibility of collusion, costly system, not suitable for small organization, human negligence, mechanical routine work, over dependence on system, delay in work, require proper supervision. ഓക്കെ, സോ എൻ്റെ ഒപ്പം തന്നെ ചെയ്തു വന്നോളൂ. ഇന്റേണൽ ചെക്ക് ക്ലിയർ ആയ ആരൊക്കെ ലൈവ് ക്ലാസ്സിലുള്ളവരെന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ക്ലിയർ ആയോ? ഓക്കെ, സോ എൻ്റെ ഒപ്പം ചെയ്തു തന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇന്റേണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്തിന്റെ പാർട്ടായിട്ടാണ് വരിക? എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ കൺട്രോൾ, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇന്റേണൽ ചെക്ക് എന്തിന്റെ പാർട്ടാണ് വരിക? ഇന്റേണൽ കൺട്രോൾ ആണ്. Then internal check main aim എന്താണ്? Internal check mainly aims at detecting errors only, preventing errors and frauds, preparing accounts, tax calculation. അപ്പോൾ ഇന്റേണൽ ചെക്കിന്റെ മെയിൻ എയിം എന്താണ്? പ്രിവെന്റിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ്. ദെൻ ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് പീരിയോഡിക്കൽ കണ്ടിന്യൂസ് ആനുവൽ ഒക്കേഷൻ. ദാറ്റ് ഈസ് എന്താണ്? ഇന്റേണൽ ചെക്ക് കണ്ടിന്യൂസ് ആണ്. ദെൻ ഇന്റേണൽ ചെക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വർക്ക്, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് വർക്ക്, ബിഫോർ സ്റ്റാർട്ടിംഗ് വർക്ക്, അറ്റ് ഇയർ എൻഡ്. അപ്പോൾ ഇന്റേണൽ ചെക്ക് എന്താ ഓപ്പറേറ്റ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് വർക്ക് ആണ്. Then which principle is essential for internal check? Internal check ഏത് പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി ആവശ്യം? സെൻട്രലൈസേഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്, ഔട്ട്സോഴ്സിംഗ്, ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഏതൊരു ആവശ്യം? ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ദെൻ ഇന്റേണൽ ചെക്ക് എപ്പോഴാണ് ക്യാരി ഔട്ട് ചെയ്യുക? ആരാ ക്യാരി ഔട്ട് ചെയ്യുക? എക്സ്റ്റേണൽ ഓഡിറ്റർ, ഗവൺമെന്റ്, എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ആരാണ് ഇന്റേണൽ ചെക്ക് ക്യാരി ഔട്ട് ചെയ്യുക? എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ദെൻ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? മീൻസ് വൺ പേഴ്സൺ ഡസ് ഓൾ വർക്ക്,
വർക്ക് ഈസ് ഡിവൈഡഡ് among എംപ്ലോയീസ്, ഓൺലി മാനേജേഴ്സ് വർക്ക് ഈസ് ഔട്ട്സോഴ്സ്. അപ്പോൾ എന്താണ് വർക്ക് ഈസ് ഡിവൈഡഡ് among എംപ്ലോയീസ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. ദെൻ ഇന്റേണൽ ചെക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യണം? ഇൻക്രീസിംഗ് ഫ്രോഡ്, റെഡ്യൂസിംഗ് എഫിഷ്യൻസി, സേഫ് ഗാർഡിംഗ് അസറ്റ്, ഇൻക്രീസിംഗ് കോസ്റ്റ്. ഉള്ള ഇന്റേണൽ ചെക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യണം? സേഫ് ഗാർഡിംഗ് അസറ്റ് ആണ്. ദെൻ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ഫോർ എപ്പോഴാണ്? ഓൺലി സ്മോൾ ഫേംസ്, ഓൺലി ഗവൺമെന്റ് ഓഫീസേഴ്സ്, ലാർജ് ഓർഗനൈസേഷൻ, ഇൻഡിവിജ്വൽസ്. സോ ഇന്റേണൽ ചെക്ക് എപ്പോഴാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? ദാറ്റ് ഈസ് ലാർജ് ഓർഗനൈസേഷൻ ആണ്. ദെൻ ഇന്റേണൽ ചെക്ക് റെഡ്യൂസ് ദ വർക്ക് ഓഫ്. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് എന്തിന്റെ വർക്കാണ് റെഡ്യൂസ് ചെയ്യുക? മാനേജർ, അക്കൗണ്ടന്റ്, ഓഡിറ്റർ, ക്ലർക്ക്, ദാറ്റ് ഈസ് ഓഡിറ്റർ ആണ്. ദെൻ വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് ഇന്റേണൽ ചെക്ക്. ഇതിൽ ഏതാണ് ലിമിറ്റേഷൻ ഓഫ് ഇന്റേണൽ ചെക്ക്? അക്യുറസി, എഫിഷ്യൻസി, കൊല്യൂഷൻ, റിലയബിലിറ്റി. ദാറ്റ് എന്താണ്? കൊല്യൂഷൻ ആണ്. ഇന്റേണൽ ചെക്ക് ഈസ് റിലേറ്റഡ് ടു എന്താണ്? റെക്കോർഡിംഗ് ഓൺലി, ചെക്കിംഗ് ഓൺലി, ബോത്ത് റെക്കോർഡിംഗ് ആൻഡ് ചെക്കിംഗ്, ഓഡിറ്റിംഗ്. ദാറ്റ് ഈസ് ബോത്ത് റെക്കോർഡിംഗ് ആൻഡ് ചെക്കിംഗ്. ദെൻ ഇന്റേണൽ ചെക്ക് ഈസ് എന്താണ്? ഡിറ്റക്റ്റീവ് കൺട്രോൾ, പ്രിവെന്റീവ് കൺട്രോൾ, കറക്റ്റീവ് കൺട്രോൾ, എക്സ്റ്റേണൽ കൺട്രോൾ. ദാറ്റ് ഈസ് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് കൺട്രോൾ ആണ്. ദെൻ നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്റേണൽ ചെക്ക്. ഇന്റേണൽ ചെക്കിൽ വരുന്ന ഫീച്ചർ അല്ലാത്ത ഏതാണ്? കണ്ടിന്യൂസ് പ്രോസസ്, ഓട്ടോമാറ്റിക് ചെക്കിംഗ്, ഇൻഡിപെൻഡന്റ് ഓഡിറ്റ്, ഡിവിഷൻ ഓഫ് ഡ്യൂട്ടീസ്. അപ്പോൾ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ഇന്റേണൽ ചെക്ക് എൻഷുറൻസ്. ഇന്റേണൽ ചെക്കിലൂടെ എന്താണ് ഉറപ്പുവരുത്തേണ്ടത് ചോദിച്ചിരിക്കുന്നത്? ഡിലേ ഇൻ വർക്ക്, അക്യുറസി ഓഫ് അക്കൗണ്ട്സ്, ഇൻക്രീസ് ഇൻ എറേഴ്സ്, നോ സൂപ്പർവിഷൻ. അക്യുറസി അക്യുറേറ്റ് ആയിരിക്കണം അക്കൗണ്ട്സും കാര്യങ്ങളും. Then example of internal check in cash പറഞ്ഞാൽ എന്താണ്? സെയിം പേഴ്സൺ റിസീവ് ആൻഡ് റെക്കോർഡ് ക്യാഷ്, ഡിഫറെന്റ് പേഴ്സൺ ഹാൻഡിൽ റെസിപ്റ്റ് ആൻഡ് റെക്കോർഡിംഗ്, നോ റെക്കോർഡിംഗ്, ഓൺലി ബാങ്ക് ഹാൻഡിൽ ക്യാഷ്. അപ്പോൾ എന്താ? ഡിഫറെന്റ് പേഴ്സൺ ആണ് ഹാൻഡിൽ ചെയ്യുന്നത് റെസിപ്റ്റും റെക്കോർഡിങ്ങും. ദെൻ ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. വെൻ എപ്പോഴാണ് ഇന്റേണൽ ചെക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആവുക? എക്സ്പെൻസീവ് അല്ല എഫക്റ്റീവ് ആവുക? 1% control all work, duties are properly divided, no supervision existed, small staff ഉള്ള duties properly divide ചെയ്ത് കൊടുക്കുക. Then internal check എന്തിനാ ഹെൽപ്പ് ചെയ്യണം? To increase workload, reduce errors, celebrating employees, avoid accounting. അപ്പോൾ ഇതിനാണ് internal check ഹെൽപ്പ് ചെയ്യണം? That is errors reduce ചെയ്യാനാണ്. Then internal check എന്ന് പറയുന്നത് എന്താണ്? It is system of എന്താണ്? Accounting, auditing, organization of duties, that is organization of duties. Then internal check is mainly concerned with internal check മെയിൻ ആയിട്ട് എന്താണ്ടാവുക? പോളിസി മേക്കിംഗ്, റൂട്ടീൻ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്. ദാറ്റ് ഈസ് എന്താണ്? റൂട്ടീൻ ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് അപ്പോൾ ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ക്ലിയർ ആയ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനുഷര ക്ലിയർ ആയോ? ആരൊക്കെയാണ് ലൈവ് ക്ലാസ്സിലുള്ളവരെന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓഡിറ്റർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. ആക്ച്വലി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഡിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ പേഴ്സൺ ആണ്. ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ പേഴ്സൺ പറഞ്ഞാൽ അവർ ആരെ അപ്പോയിന്റ് ചെയ്യുക പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ആക്ച്വലി അപ്പോയിന്റ് ചെയ്യുക. എന്തിനാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കമ്പനിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഫുൾ ആയിട്ട് എന്ത് ചെയ്യാനാണ്? ദാറ്റ് ഈസ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം. ഓക്കെ, സോ അതേപോലെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം അതേപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. വെദർ ദേ ഷോ, അവിടെ കറക്റ്റ് ആയിട്ട് ട്രൂ ആയിട്ട് ഫെയർ വ്യൂ ആയിട്ട് കമ്പനിയിലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യേണ്ടതില്ല എന്ന് എന്തിരിക്കണം? ഉറപ്പ് വരുത്തിയിരിക്കണം. അതാണ് അപ്പോൾ ഓഡിറ്റർ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ പേഴ്സൺ ആയിരിക്കണം. അത് ആരാ അപ്പോയിന്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെരിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ റിപ്പോർട്ട് ചെയ്യുക കറക്റ്റ് ആയിട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ എന്താണ് ഓഡിറ്റർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിൽ എന്താണ് ഓഡിറ്റർ എന്ന് നോക്കാം. ഓഡിറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിനെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അവരാണ് ചെക്ക് ചെയ്യേണ്ടത് കമ്പനിയിലെ അക്കൗണ്ട്സ് കറക്റ്റ് ആണോ റിലയബിൾ ആണോ എന്നുള്ളത്. ഇപ്പൊ സിമ്പിളായി പറയുകയാണെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർ ആദ്യം ഉറപ്പ് വരുത്തിയിരിക്കണം കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്ത അക്കൗണ്ട്സ് എല്ലാം റിലയബിൾ ആണ്, അവിടെ ഒരു മിസ്റ്റേക്ക് സെൻസ് ഫ്രോഡോ മിസ്യൂസോ ഒന്നും ഇല്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തിയിരിക്കണം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആണ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. ഓഡിറ്റർ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അവർക്ക് അൺബൈസ്ഡ് ഒപ്പീനിയൻ വേണം കൊടുക്കാൻ, അതായത് തെറ്റായ ഒപ്പീനിയൻ യാതൊരു കാരണവശാലും കൊടുക്കരുത്. ദെൻ അപ്പോയിന്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആണ് ആക്ച്വലി ഓഡിറ്റേഴ്സിന്. ജനറലി ഓഡിറ്റേഴ്സിന് ആരും അപ്പോയിന്റ് ചെയ്യിപ്പിക്കുക ഷെയർ ഹോൾഡേഴ്സ് ആണ് ആരും ജനറൽ മീറ്റിംഗിൽ. ദെൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഓഡിറ്റർ ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആയിരിക്കണം, അത് ചാർട്ടർ അക്കൗണ്ടന്റ് ആയിരിക്കണം. ദെൻ വാച്ച് ഡോഗ് നോട്ട് ബ്ലഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെക്ക് ചെയ്തിരിക്കണം, അക്കൗണ്ട്സ് കറക്റ്റ് കെയറോട് കൂടെ ചെക്ക് ചെയ്തിരിക്കണം. അതൊരിക്കലും എന്ത് ചെയ്യുക, ബട്ട് ഈസ് നോട്ട് എക്സ്പെക്ട് ടു ഡിറ്റക്ട് എവരി ഫ്രോഡ്. പക്ഷേ എപ്പോഴും ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും വാച്ച് ചെയ്യുക, അല്ലാതെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആക്ട് ഒരു വാച്ച് ഡോഗ് ആയിട്ട് ആക്ട് ചെയ്യാൻ നോട്ട് ഡിറ്റക്ട് ചെയ്യും. സോ എക്സാമിനേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ ഓഡിറ്റർ എപ്പോഴും എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അക്കൗണ്ടിങ് റെക്കോർഡ്സും വൗച്ചറും ഡോക്യുമെന്റ്സ് എല്ലാം എന്ത് ചെയ്യുക, പ്രൂഫ് എവിഡൻസ് എല്ലാം എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ദെൻ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞാൽ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്താ ഉറപ്പ് വരുത്തണ്ടേ പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രൊവൈഡ് ചെയ്ത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ.
ദെൻ റിപ്പോർട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ ഓഡിറ്റർ കറക്റ്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക ഷെയർ ഹോൾഡേഴ്സിന്, അല്ലാതെ മാനേജ്മെന്റിന്റെ അടുത്തല്ല. ദെൻ ബേസ്ഡ് ഓൺ എവിഡൻസ് പറഞ്ഞാൽ ഓഡിറ്റ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ തന്നെ എവിഡൻസിൽ ബേസ് ചെയ്തിട്ടാണ് വരിക, വെരിഫൈ ചെയ്യുക, അതേപോലെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഫുള്ളായി ടെസ്റ്റ് ചെയ്യുക. ദെൻ പീരിയോഡിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇയറിന് എന്താണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. ദെൻ ലീഗൽ സ്റ്റാറ്റസ് പറഞ്ഞാൽ ഓഡിറ്റർ വന്നിട്ട് ആരെ റെക്കഗ്നൈസ് ചെയ്യുന്ന പറഞ്ഞാൽ കമ്പനിയിൽ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഓഡിറ്റർ വന്നിട്ട് എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. ഓഡിറ്റർ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സും ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട്. സോ ഓഡിറ്റർ റെക്കഗ്നൈസ് ചെയ്തിരിക്കണം കമ്പനി ലോ പ്രകാരം. ഓക്കെ, ബിക്കോസ് ഹി ഹാവ് സം സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആസ് വെൽ ആസ് റൈറ്റ്സ്. നെക്സ്റ്റ് ആണ് നോ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആണ്. ആക്ച്വലി ഓഡിറ്ററിന് വന്നിട്ട് അവരുടെ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പാർട്ട് ചെയ്യില്ല, മാനേജ്മെന്റ് ഫംഗ്ഷനാണ്. ദെൻ റെസ്പോൺസിബിലിറ്റി ഫോർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ കറക്റ്റായിട്ട് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്തിരിക്കണം, അല്ലാതെ ഒരു ഗ്യാരണ്ടി ചെയ്യാന്നല്ല, they have to express the opinion. Okay, so അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, വാസ്റ്റ് ഓർ നോട്ട് ബ്ലഡ് ഹാൻഡ്. നെക്സ്റ്റ് examination of books of accounts, true and fair view, report to shareholders based on evidence, periodical work, legal status, no participation in management, responsibility for opinion only. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനി ഓഡിറ്റ് എന്നുള്ളത്. ഓക്കെ, സോ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താ നമുക്ക് നോക്കാം. ആക്ച്വലി അവിടെ ഒപ്പീനിയൻ അവിടെ എക്സ്പ്രസ് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ട്രൂ ആയിട്ട് ഫെയർ ആയി കൊടുത്തിട്ടോ എന്ന് എല്ലാ ഇൻഫർമേഷൻസും. ദെൻ സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എററോ ഫ്രോഡ് എന്തെങ്കിലും കറക്റ്റായിട്ട് അത് എന്താ ഐഡന്റിഫൈ ചെയ്ത് പ്രിവെന്റ് ചെയ്യുക. ദെൻ ആദ്യം ഉറപ്പുവരുത്തുക കമ്പനിയുടെ ലോ പ്രകാരം എല്ലാം ഫോളോ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അക്കൗണ്ട്സ്, അതേപോലെ ഷെയർ ഹോൾഡറിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. സോ ഇതൊക്കെയാണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ്. ഓക്കെ, ദെൻ റൈറ്റ്സ് ഓഫ് കമ്പനി ഓഡിറ്റർ, ഒരു കമ്പനി ഓഡിറ്ററുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റായിട്ട് റൈറ്റിലോടുകൾ കറക്റ്റായിട്ട് ഇതിൽ ആക്സസ് ചെയ്യുക, അതേപോലെ ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് റിസീവ് ചെയ്യുക, എക്സ്പ്ലനേഷൻ, അതേപോലെ ജനറൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, ദെൻ ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുക, അതേപോലെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ ദ റൈറ്റ് ഓഫ് കമ്പനി ഓഡിറ്റർ. ദെൻ ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ഓഡിറ്റർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ മെയിൻ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ആസ് പെർ ലീഗൽ ലോ പ്രകാരം, കമ്പനി ലോ പ്രകാരം എന്താ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ എക്സാമിൻ ചെയ്യുക ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വെരിഫൈ ചെയ്യുക അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ്, ദെൻ ചെക്ക് ചെയ്യുക ലോ പ്രകാരം ഉള്ളതാണ്, അതേപോലെ റിപ്പോർട്ട് ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതർ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എറർ ഫ്രോഡ് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യുക, റീസണബിൾ കെയറോട് കൂടെ ചെയ്തിരിക്കണം, അതേപോലെ പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ കോൺഫിഡൻഷ്യൽ ആണ് എന്ന് അവിടെ ഉറപ്പുവരുത്തുക. ഓക്കെ, നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. ആക്ച്വലി ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇത് പറയുമ്പോൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. സോ ഓഡിറ്റർ വന്നിട്ട് എപ്പോഴും ആരായിട്ടാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ ഭാഗത്തായിട്ടാണ്. ബിക്കോസ് അവർ ഡയറക്റ്റ് ആയിട്ട് അവർ ഡെയിലി മാനേജ്മെന്റിൽ എന്തെങ്കിലും ഇൻവോൾവ് ആകുന്നില്ല. സോ അവർ ആദ്യം ഉറപ്പുവരുത്തണം കമ്പനിയിലെ അക്കൗണ്ട്സ് എല്ലാം ട്രൂ ആണ്, ഫെയർ ആണെന്ന് ഉറപ്പുവരുത്തുക, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക മിസ്മാനേജ്മെന്റിൽ നിന്നും. ദെൻ എൻഷുറിംഗ് അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആദ്യം എക്സാമിൻ ചെയ്തിട്ട് ഓഡിറ്റ് ആദ്യം ഉറപ്പുവരുത്തണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അക്യുറേറ്റ് ആണ്, ഡിപ്പെൻഡബിൾ ആണെന്ന് ആദ്യം എന്ത് ഉറപ്പുവരുത്തുക. ദെൻ ഇതിലൂടെ എന്താണ് ട്രസ്റ്റ് ആണ് കൂടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനുള്ളത്. ദെൻ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അവരുടെ പ്രൈമറി ഡ്യൂട്ടി അല്ല, ഓഡിറ്റർ ഇതിനെ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ കറക്റ്റായിട്ട് എന്താണ് ഫ്രോഡ് എന്ന് കറക്റ്റ് ഡിറ്റക്ട് ചെയ്യുക, അതേപോലെ പ്രിവെന്റ് ചെയ്യുക, കെയർഫുൾ ആയിട്ട് എക്സാമിൻ ചെയ്യുക. ഓക്കെ, ഡിസോണസ്റ്റ് പ്രാക്ടീസ് അങ്ങനെയൊന്നും ഒരിക്കലും വരാൻ പാടില്ല. സോ അപ്പോൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ആണ് എൻഹാൻസ് ക്രെഡിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആക്ച്വലി അവിടെ ആദ്യം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ കറക്റ്റ് ക്രെഡിബിൾ ആയിരിക്കണം, ട്രസ്റ്റബിൾ ആയിരിക്കണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം. അക്സെപ്റ്റബിൾ ആയിരിക്കൊക്കെ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനും ബാങ്കിനും ഗവൺമെന്റ് അതോറിറ്റീസിനും. ദെൻ നെക്സ്റ്റ് ആണ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ആക്ച്വലി ഓഡിറ്ററിനോട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സെറ്റ് റിലയബിൾ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഇതിലൂടെ ആരിനെ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ മെയിൻലി ഷെയർ ഹോൾഡേഴ്സ്, മാനേജ്മെന്റ്, ക്രെഡിറ്റേഴ്സോട് അപ്പോൾ ബെറ്റർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ലീഗൽ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ആദ്യം ഉറപ്പുവരുത്തണം കമ്പനി ലോയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എല്ലാം ഫോളോ ചെയ്യേണ്ട, ലീഗൽ പെനാൽറ്റി കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ആദ്യം ഉറപ്പുവരുത്താം. ദെൻ ഇംപ്രൂവ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ വന്നിട്ട് കറക്റ്റായിട്ട് ഓർഗനൈസേഷനുള്ള ഇന്റേണൽ സിസ്റ്റം എല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായി വാല്യൂ ചെയ്യുക, എന്നിട്ട് അതൊക്കെ വേണ്ട സജസ്റ്റ് ചെയ്യുക, ഇംപ്രൂവ്മെന്റ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ വന്നിട്ട് ബെറ്ററായിട്ട് ഇന്റേണൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഹെൽപ്സ് ഇൻ റൈസിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഇവിടെ വന്നിട്ട് കോൺഫിഡൻസ് കൂടും, ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈസി ആയിട്ട് റൈസ് ചെയ്യാൻ പറ്റും സാധിക്കും ഫണ്ട്. ദെൻ ബിൽഡ് പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ വന്നിട്ട് തീർച്ചയായിട്ടും അതിലൂടെ ട്രസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിന്റെ ഇടയിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് മെയിൻലി ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടിങ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ആണ്. ദെൻ എൻഷുറിംഗ് അക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ് ആണ്. ദെൻ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ്. ഓക്കെ,
Then next ആണ് enhances credibility of financial statements ആണ്. Facilitate decision making, legal compliance, improve internal control, helps in raising capital, independent opinion, build public confidence. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് നോട്ട് എ കംപ്ലീറ്റ് ഗ്യാരണ്ടി. അതായത് ഓഡിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റീസണബിൾ ആയിട്ട് അഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അബ്സല്യൂട്ട് ആയിട്ട് സെർട്ടനിറ്റി അല്ല, റീസണബിൾ ആയിട്ട് എന്താണുള്ള ഉറപ്പ് കൊടുക്കുക. എന്തെങ്കിലും ഫ്രോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അൺഡീറ്റെയിൽഡ് ആയിട്ടുള്ള അങ്ങനെ ഒക്കെ ഡിറ്റക്ട് ചെയ്തിരിക്കണം. അതേപോലെ ബേസ്ഡ് ഓൺ ടെസ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം, സെലക്ട് ട്രാൻസാക്ഷൻസ് ഓഡിറ്റ് ചെയ്യുക, അല്ലാതെ എല്ലാ ടെസ്റ്റ് ചെക്ക് ചെയ്യുക, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പോസിബിലിറ്റി കൊണ്ടീഷൻ മെമ്പേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്ത് പറഞ്ഞാൽ ഫ്രോഡ് വരെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തി കഴിഞ്ഞാൽ മേ ബി അത് ബൈപ്പാസ് ആയിപ്പോവും. ദെൻ ടൈം കൺസ്യൂം പ്രോസസ് പറഞ്ഞാൽ ഓഡിറ്ററിൽ അവിടെ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സാം ചെയ്യുക റെക്കോർഡ്സ്, അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യണം അക്കൗണ്ട്സ് തന്നെ, അത് ഡിലേ ആകും. ദെൻ കോസ്റ്റ്ലി പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹയറിങ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സിന് അത് എന്ത് ചെയ്യുക അപ്പോയിന്റ് ചെയ്യിപ്പിക്കുക, അപ്പോൾ അതിൽ കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് സ്മോൾ ബിസിനസ്സിനാണ് കൂടുതലായിട്ട് അങ്ങനെയുള്ള ബേർഡൻ വരിക. ദെൻ ഡിപ്പെൻഡൻസ് ഓൺ ഇൻഫർമേഷൻ പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റേഴ്സ് മെയിൻലി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഡാറ്റയും അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷനും ആണ്, അതായത് മാനേജ്മെന്റ്. ഇപ്പോൾ ഏതെങ്കിലും ഇൻഫർമേഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താ റെഡ്യൂസ് ആകും. ദെൻ ഹ്യൂമൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ മെയിനായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക ജഡ്ജ്മെന്റ് ആണ്, സ്കില്ലാണ്, അവിടുത്തെ എക്സ്പീരിയൻസ് ആണ്. എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഒക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നോട്ട് റെസ്പോൺസിബിൾ ഫോർ മാനേജ്മെന്റ് ഡിസിഷൻ പറഞ്ഞാൽ ഓഡിറ്റർ ചെക്ക് ചെയ്തിരിക്കണം അക്കൗണ്ട്സ് കറക്റ്റായി ഒപ്പീനിയൻ കൊടുത്തിരിക്കണം, ഒരിക്കലും ഫോർ ബിസിനസ് ഡിസിഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ മെക്കാനിക്കൽ അപ്രോച്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓഡിറ്റേഴ്സ് കറക്റ്റായിട്ട് റൊട്ടീൻ എപ്പോഴുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുക ഡീപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ. ഓക്കെ, ദെൻ ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഫോക്കസ് ചെയ്യുക, അല്ലാതെ മൊത്തമായിട്ടുള്ള പെർഫോമൻസ് അല്ല. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ അഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്തൊക്കെയാണ് നോക്കാം. ദാറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ഗ്യാരണ്ടി, ദെൻ ബേസ്ഡ് ഓൺ ടെസ്റ്റ് ചെക്കിംഗ് ആണ്, പോസിബിലിറ്റി ഓഫ് കൊല്യൂഷൻ, time consuming process, costly process, depends on information provided, human limitations, not responsible for management decisions, mechanical approach risk, limited scope. Okay, then questions not move ചെയ്യാം. അനശ്വര മോനിഷ ക്ലിയർ ആയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, എൻ്റെ ഒപ്പം ചെയ്തു തന്നോളൂ. ആൻഡ് ഓഡിറ്റർ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് അപ്പോയിന്റഡ് ബൈ ഓഡിറ്റർ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓഡിറ്റർ ആരാ അപ്പോയിന്റ് ചെയ്യിപ്പിക്കണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെന്റ് മാനേജ്മെന്റ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. മെയിൻ ഡ്യൂട്ടി ഓഫ് എ കമ്പനി ഓഡിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ് ടു പ്രിപ്പയർ അക്കൗണ്ട്സ്, ഡിറ്റക്ട് ഫ്രോഡ് ഓൺലി, എക്സ്പ്രസ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, മാനേജ് കമ്പനീസ് എക്സ്പ്രസ് ഈ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. ഓഡിറ്റർ ആരായിട്ട് ആക്കേണ്ടത്? മാനേജർ, ഏജന്റ് ഓഫ് ഡയറക്ടേഴ്സ്, വാച്ച് ഡോഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, വാച്ച് ഡോഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദെൻ ഓഡിറ്റർ മസ്റ്റ് ബി ആരായിരിക്കണം? ഷെയർ ഹോൾഡർ, ഡയറക്ടർ, ഇൻഡിപെൻഡന്റ് പേഴ്സൺ, ക്ലർക്ക്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ്. ഓഡിറ്റർ റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജർ, ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെന്റ്. ആർക്കാണ്? ദാറ്റ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ദെൻ ഓഡിറ്റർ ചെക്ക്. ഓഡിറ്റർ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഓൺലി ക്യാഷ്, ഓൺലി സ്റ്റോക്ക്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ഓൺലി പ്രോഫിറ്റ് ഉള്ളതാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആണ്. ദെൻ കൺസെപ്റ്റ് വാച്ച് ഡോഗ് എന്ന് പറയുന്നത് ബ്ലഡ് ഹണ്ട് അല്ലാതെ എന്ന് പറയുന്നത് ഓഡിറ്റ് ഡിറ്റക്ട് ചെയ്തിരിക്കണം എല്ലാ ഫ്രോഡും, ഓഡിറ്റ് റെസ്പോൺസിബിൾ അല്ല ചെക്കിങ്ങിന്. ഓഡിറ്റർ എക്സൈസ് ചെയ്തിരിക്കണം റീസണബിൾ കെയർ, ഓഡിറ്റർ റീസണബിൾ കെയറിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു ഗിവ് ഒപ്പീനിയൻ. ഓഡിറ്റർ എന്തിനെ കുറിച്ചാണ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? മാനേജ്മെന്റ് എഫിഷ്യൻസി, ട്രൂ ആൻഡ് ഫെയർ വേ ഓഫ് അക്കൗണ്ട്സ്, ഫ്യൂച്ചർ പ്രോഫിറ്റ് മാർക്കറ്റ് ഷെയർ, ദാറ്റ് ഈസ് ട്രൂ ആൻഡ് ഫെയർ വേ ഓഫ് അക്കൗണ്ട്സ്. ഫസ്റ്റ് ഓഡിറ്റർ ആരാ അപ്പോയിന്റ് ചെയ്യിപ്പിക്കുക? ദാറ്റ് ഈസ് ഷെയർ ഹോൾഡർ, ഗവൺമെന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഡിറ്റ് ഹിംസെൽഫ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓഡിറ്റർ മസ്റ്റ് ബി. ഓഡിറ്റർ ആരായിരിക്കണം? ലോയർ, എഞ്ചിനീയർ, ചാർട്ടർ അക്കൗണ്ടായിരിക്കണം. ഓഡിറ്റർ ഹാസ് എ റൈറ്റ്. ഓഡിറ്റർ എന്ത് റൈറ്റ് ആണ് ഉള്ളത്? പ്രിപ്പയർ അക്കൗണ്ട്സ്, ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, മാനേജ് കമ്പനി, ഇഷ്യൂ ഷെയർസ്. അപ്പോൾ എന്താണ്? ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ദെൻ ഓഡിറ്റ് ഓഫ് എ കമ്പനി ഇസ് ജനറലി എന്താണ്? കണ്ടിന്യൂസ് ഡെയിലി ആണ്, വീക്ക്ലി, ആനുവൽ, മന്ത്ലി. അപ്പോൾ ഓഡിറ്റ് ഓഫ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ആനുവൽ ആണ്. ദെൻ ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക? ഗസ്, എവിഡൻസ്, അസംഷൻ, മാനേജ്മെന്റ് എവിഡൻസ്. എന്തായിരുന്നു എവിഡൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ഓഡിറ്റർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ. ഓഡിറ്റ് എന്തിന് റെസ്പോൺസിബിൾ ആവില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ചെക്കിംഗ് അക്കൗണ്ട്സ്, ഗിവിംഗ് ഒപ്പീനിയൻ, മാനേജ്മെന്റ് ഡിസിഷൻ, വെരിഫൈ അക്കൗണ്ട്സ്. അപ്പോൾ എന്താണ്? മാനേജിംഗ് ഡിസിഷൻസ് ആണ്. ദെൻ ഇത് നെക്സ്റ്റ് ആണ് വിച്ച് ഈസ് എ റൈറ്റ് ഓഫ് ഓഡിറ്റർ. ഇതിലെ ഓഡിറ്റർ റൈറ്റ് എന്താണ്? റൈറ്റ് ടു ഡിക്ലെയർ ഡിവിഡൻഡ്, റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്, റൈറ്റ് ടു ഇഷ്യൂ ഷെയർസ്, റൈറ്റ് ടു അപ്പോയിന്റ് ഡയറക്ടേഴ്സ്. ദാറ്റ് ഈസ് റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ഓഡിറ്റർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഫ്രോഡ് ആണ്. ദെൻ അതേപോലെ തന്നെ റെഡ്യൂസ് റിലയബിലിറ്റി ആണ്, ഇൻക്രീസ് ക്രെഡിബിലിറ്റി ഓഫ് അക്കൗണ്ട്സ് ആണ്, അവരുടെ അക്കൗണ്ടിങ് ആണ്. അവിടെ എന്താണ്? ഇൻക്രീസ് ക്രെഡിബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് ആണ് വിച്ച് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റിൽ ഏതാണ് ഓഡിറ്റിംഗ് ലിമിറ്റേഷൻ? അക്യുറസി, റിലയബിലിറ്റി, ടെസ്റ്റ് ചെക്കിംഗ്, ഇൻഡിപെൻഡൻസ്. ദാറ്റ് ഈസ് ടെസ്റ്റ് ചെക്കിംഗ് ആണ്. ഓഡിറ്റർ ഈസ് റിലയബിൾ ഫോർ ഓഡിറ്റർ എന്താണ്? ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നെഗ്ലിജൻസ്, സെയിൽസ്, പ്രൊഡക്ഷൻസ്. സോ അപ്പോൾ എന്തായിരുന്നു? ദാറ്റ് ഈസ് നെഗ്ലിജൻസ് ആണ്. ഓക്കെ. ദെൻ ഓഡിറ്റർ കനോട്ട്, ഓഡിറ്റർ ഒരിക്കലും ആരാകാൻ പാടില്ല? ആക്സസ് ബുക്സ്, ആസ്ക് ക്വസ്റ്റ്യൻസ്, ടേക്ക് പാർട്ട് ഇൻ മാനേജ്മെന്റ്, വെരിഫൈ അക്കൗണ്ട്സ്. ദാറ്റ് ഈസ് ടേക്ക് പാർട്ട് ഇൻ മാനേജ്മെന്റ്. ഓഡിറ്റർ ഒരിക്കലും അത് മാത്രം ആകാൻ പാടില്ല. ഓഡിറ്ററിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? മാനേജ്മെന്റ് വർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ, പ്രൊഡക്ഷൻ വർക്ക്. ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ്. ഓക്കെ. സ്വന്തമായി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ് ഇന്റേണൽ ചെക്ക്, ഓഡിറ്റേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. ഓക്കെ, നന്നായി പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്യുക. ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വർക്ക് എന്നാൽ കറക്റ്റ് ഓർഡറിൽ വെക്കുക. എന്നിട്ട് ആ എംപ്ലോയി ഫുള്ളായിട്ട് ആര് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ആ ബിസിനസ് സമയത്താണ് ആ ഓൺഗോയിങ് പ്രോസസ് ഓൺ കോഴ്സ് ഓഫ് ബിസിനസ് ഡ്യൂറിങ് ആ ടൈമിൽ തന്നെ ചെക്ക് ചെയ്യും. സോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡ്യൂട്ടീസ് സ്റ്റാഫിൻ്റെ ഇടയിൽ എറർ ഫ്രോഡ് കറക്റ്റായിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ആണ് ഇതൊക്കെയാണ്. പ്രിവെന്റ് ചെയ്യുക എറർ ഫ്രോഡ്, ഡിറ്റക്ട് ചെയ്യുക മിസ്റ്റേക്സ്, അത് ഉറപ്പുവരുത്തുക അക്യുറേറ്റ് ആണെന്നത്, പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യുക അസറ്റ്, പ്രൊട്ടക്ട് ചെയ്യുക അസറ്റ്, എഫിഷ്യൻസി കൂട്ടുക. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് ഡിവിഷൻ ഓഫ് വർക്ക്, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, റൊട്ടേഷൻ ഓഫ് ഡ്യൂട്ടീസ്, സൂപ്പർവിഷൻ കൺട്രോൾ, യൂസ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസ്, ദെൻ ക്ലിയർ അലോക്കേഷൻ റെസ്പോൺസിബിലിറ്റി, ഇൻഡിപെൻഡന്റ് ചെക്കിംഗ്, ദെൻ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് അടുത്തോട്ട് പോകുന്നത് നമ്മൾ ഇന്റേണൽ ചെക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇന്റേണൽ ചെക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓഡിറ്റർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. ഓക്കെ, സോ ക്ലിയർ ആയ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അനശ്വര, മോണിഷ ക്ലിയർ ആയോ? സോ ഇനി നമ്മുടെ മുന്നിൽ വളരെ വെരി ഫ്യൂ ഡേയ്സേ ഉള്ളൂ. സോ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം എല്ലാവരും നന്നായി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്ത് എടുത്തിരിക്കണം. ഓക്കെ, മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, അതേപോലെ മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിങ്, then module 4 management, module 5 managerial economics, module 6 introduction to company law, module 7 financial market, module 8 income tax, module 9 marketing management, module 10 auditing. ഇത്രയും നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് നന്നായി പഠിക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലൈവ് ക്ലാസ്സിൽ തന്നെ വരിക. റെക്കോർഡ് സെഷൻ കേൾക്കുന്നവരൊക്കെ നന്നായി ഇരുന്ന് പഠിക്കണം. എം ഫേവറിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ റാങ്ക് ഹോൾഡറായി മാറണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിവിഷൻ ഉണ്ടാകും അക്ഷര. നാളത്തെ ഒരു ടോപ്പിക്കും കൂടെ കഴിയുന്ന വെച്ചാൽ നമ്മുടെ ക്ലാസ് കഴിയും. സോ അതിനുശേഷം റിവിഷൻ ഉണ്ടാകും കേട്ടോ. നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കുവേ, ബിക്കോസ് നമ്മുടെ മുന്നിൽ ആകെ കുറച്ച് ദിവസമാണല്ലേ ഉള്ളത്. സോ റിവിഷൻ ഉണ്ടാകും കേട്ടോ. സോ ക്ലിയർ ആയോ അനശ്വര, മോണിഷ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? നന്നായി പഠിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്ത് എടുത്തിരിക്കണം. ഓക്കെ, സോ നാളത്തെ ലൈവ് ക്ലാസ്സിൽ കറക്റ്റായിട്ട് വന്നോളൂ. ഓരോ ടോപ്പിക്കും വൃത്തിയായി പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, so thank you Anashara, Monisha, thank you all. Study well and practice all the questions.